എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ പാർട്ട് 20 ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ 19 വീഡിയോസ് വേർഡിൻ്റെയും അതുപോലെ എക്സലും പവർ പോയിന്റ് എല്ലാം നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പ്ലേലിസ്റ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് പഠിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിൽ മെയിൻ ആയിട്ടുള്ള ഒരു 3 ടിപ്സ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ ക്ലാസ് ഒരു 3 ക്ലാസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ടേബിൾ ഇൻസേർട്ട് ചെയ്യാമെന്നും അതിൻ്റെ ഓപ്ഷൻസും അതിൻ്റെ ലേഔട്ട് ഫോർമാറ്റിംഗ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻസേർട്ട് മെനുവിലാണ് നമ്മൾ ടേബിൾ എടുക്കുന്നത്. ഇൻസേർട്ടിൽ ടേബിളിൽ നമുക്കിതിങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. നമുക്ക് എത്ര റോസും കോളംസൊക്കെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അല്ല എങ്കിൽ ഇൻസേർട്ട് ടേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും കൊടുത്ത് നമുക്ക് ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്ലസ് മൈനസ് സിമ്പിൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു ടേബിൾ വേർഡിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പ്ലസ് സിമ്പിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോളം ഓരോ കോളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാണ് മൈനസ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. വീണ്ടും പ്ലസ് ഇടുക. ഈ സെക്കൻഡ് കോളം പ്ലസ് ഇടുക. ഇങ്ങനെ എത്ര കോളംസ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ലാസ്റ്റ് പ്ലസ് ഇട്ടതിന് ശേഷം നമ്മൾ എൻ്റർ അടിക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ 1 റോയിൽ നമുക്ക് ടേബിൾ ഡിസ്പ്ലേ ചെയ്ത് വരും. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് സെല്ലിൽ കൊണ്ട് നമ്മൾ ടാബ് പ്രസ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് റോ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് വേർഡിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഇതിൻ്റെ വിഡ്ത്തൊക്കെ നമ്മൾ കൊടുക്കുന്നതനുസരിച്ചാണ്. ഇപ്പോൾ ചെറിയൊരു വിഡ്ത്തിലാണ് നമുക്ക് മതിയെങ്കിൽ നമുക്ക് ഇങ്ങനെയും ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ടാബ് പ്രസ് ചെയ്യുമ്പോൾ ഇതേ മെത്തഡിലൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ. എങ്ങനെ നമുക്ക് പ്ലസ് മൈനസ് സിമ്പിൾ ഉപയോഗിച്ച് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ നമ്മൾ സെലക്ഷൻ കൊടുക്കുക. ലേഔട്ട് മെനുവിൽ ഡിലീറ്റ് ഉണ്ട്, ഡിലീറ്റ് ടേബിൾ. സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ബാക്ക് സ്പേസ് ഡിലീഷൻ കൊടുക്കാറുണ്ട്. ബാക്ക് സ്പേസ് അതായത് നമുക്ക് ബാക്കിൽ നിന്ന് ഓരോ ലെറ്റേഴ്സ് ഡിലീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ പ്രത്യേകത ഒരു ലെറ്റർ വീതം നമുക്ക് ഡിലീറ്റ് ആവുള്ളൂ. പക്ഷെ നമുക്കൊരു വേർഡായിട്ട് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ റാൻഡോ ഫംഗ്ഷൻ, അതായത് MS വേർഡിൻ്റെ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് റാൻഡോ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. റാൻഡോ ഫംഗ്ഷൻ ഇത് നമ്മൾ എടുക്കുമ്പോൾ റാൻഡോ ഫംഗ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 5 പാരഗ്രാഫാണ് ഉള്ളത്. അതെല്ലാം നമുക്ക് ഇപ്പോൾ 3 പാരഗ്രാഫ് 3 ലൈൻസ് ഉള്ള 3 പാരഗ്രാഫ് മതിയെങ്കിൽ 3,3 കൊടുത്തു കഴിഞ്ഞാൽ 3 സെൻറ്റൻസും 3 പാരഗ്രാഫും ആയിട്ടുള്ള നോട്ട്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ബാക്ക് സ്പേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡോട്ട് പോയി, പിന്നെ T പോയി, ഇങ്ങനെ ഒരു ലെറ്റർ ആയിട്ടായിരിക്കും നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നത്. നമുക്ക് കൺട്രോൾ ബാക്ക് സ്പേസ്, അതായത് കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ബാക്ക് സ്പേസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേർഡായിട്ട് നമുക്ക് ഡിലീറ്റ് ആവും. ഇനി നമുക്കിത് റിപ്പീറ്റ് ചെയ്യണം, തിരിച്ചു വരണമെങ്കിൽ ഓൾട്ട് ബാക്ക് സ്പേസ് കൊടുക്കുകയാണെങ്കിൽ 1 by 1 ആയിട്ട് വേർഡായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ കൺട്രോൾ ബാക്ക് സ്പേസ്, റിപ്പീറ്റ് ചെയ്യാൻ ഓൾട്ട് ബാക്ക് സ്പേസ്. ഇതാണ് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. വേറൊരു യൂസർ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഒന്നും എഡിറ്റ് ചെയ്യരുത്, അതിനുള്ള കുറേ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യരുത്. അപ്പോൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റിവ്യൂ മെനുവിൽ റെസ്ട്രിക്റ്റ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റെസ്ട്രിക്റ്റ് എഡിറ്റിംഗ് ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് 3 ഓപ്ഷൻ വരും. ഫോർമാറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എഡിറ്റിംഗ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, സ്റ്റാർട്ട് എൻഫോഴ്സ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഈ 1 പാരഗ്രാഫ് മാത്രം സെലക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 പാരഗ്രാഫ് നമ്മൾ സെലക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഫസ്റ്റ് ഫോർമാറ്റ് റെസ്ട്രിക്ഷൻസ് ആണ്. അത് ലിമിറ്റ് ഫോർമാറ്റ് ടു എ സെലക്ഷൻ ഓഫ് സ്റ്റൈൽ, നമ്മളിത് ആക്റ്റീവ് ആക്കിയിട്ടു. നെക്സ്റ്റ് എഡിറ്റിംഗ് റെസ്ട്രിക്ഷൻസ്.
എഡിറ്റും റെസ്ട്രിക്ഷൻസ് കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് റെസ്ട്രിക്ഷൻസിൽ നമുക്ക് ട്രാക്ക് ചേഞ്ചസിൽ വേണോ, കമൻറ്റിൽ വേണോ, അല്ലെങ്കിൽ ഫില്ലിംഗ് ഇൻ ഫോംസിൽ, അതോ നോ ചേഞ്ച്, അതായത് നമുക്ക് ഒന്നും ചേഞ്ച് ചെയ്യരുത്, നമ്മുടെ ഡോക്യുമെന്റിൽ ഒന്നും ചേഞ്ച് ചെയ്യരുത്, അത് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, നമുക്കൊന്നും ചേഞ്ച് ചെയ്യരുത്. ഇനി എഡിറ്റിംഗ് റെസ്ട്രിക്ഷൻസ് കൊടുക്കുമ്പോഴാണ് എക്സെപ്ഷൻസ്, അത് ഓപ്ഷണൽ ആണ് ശരിക്കും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ഷൻ കൊടുത്തിരിക്കുന്ന പാർട്ട് ഇതിൽ എഡിറ്റ് ചെയ്യാം, ഫ്രീ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതാണ് സെലക്ട് പാർട്ട് ഓഫ് ദ ഡോക്യുമെന്റ് ആൻഡ് ചൂസ് യൂസേഴ്സ് ഹു ആർ അലൗഡ് ടു ഫ്രീലി എഡിറ്റ് ദം. നമുക്ക് ഇത് ഫ്രീ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യണമെങ്കിൽ അതെല്ലാം എഡിറ്റ് ചെയ്യണമെങ്കിൽ എവരിവൺ കൊടുക്കുക. സ്റ്റാർട്ട് എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത്. ആ പാസ്വേഡ് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റാർട്ട് എൻഫോഴ്സിങ് പ്രൊട്ടക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും ഇതിൻ്റെ പാസ്വേഡ്, നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് ഏതാണ്. അതായത് നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പാസ്വേഡ് കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കുക. അപ്പോൾ വേറൊരു യൂസർ വന്നാലും നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എ കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, ഓർത്തിരിക്കണമെന്ന് മാത്രം. എ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് ടൈപ്പ് ചെയ്യാൻ നോക്കിയാലും നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഡോക്യുമെന്റിൽ. അവിടെ താഴെ എഴുതി കണ്ടിട്ടുണ്ട് യു കനോട്ട് മേക്ക് ദിസ് ചേഞ്ച് ബിക്കോസ് ദ സെലക്ഷൻ ഈസ് ലോക്ക്ഡ്. അപ്പം നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയം നമ്മളവിടെ കൊടുത്തൊരു എക്സെപ്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പാർട്ടിൽ നമുക്ക് എല്ലാം ചേഞ്ച് ചെയ്യാം. ഇപ്പം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് നോക്കുക, ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിൽ അവിടെ നമ്മൾ ടിക്ക് ഇടാതിരുന്നാൽ ഇതിന്മേൽ നമുക്ക് റീഡ് ഓൺലി മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അങ്ങനെ സെലക്ട് ആയിരിക്കുന്ന പോർഷനിൽ മാത്രം നമുക്ക് എഡിറ്റ് ചെയ്യാം. അല്ലാത്ത പോർഷൻസ് നമുക്ക് റീഡ് ഓൺലി മാത്രമേ നമുക്ക് നമ്മെ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഓഫീസിലുകളൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റാസ്, നമ്മുടെ ഡോക്യുമെന്റ്സ് വേറെ ഒരു യൂസ് ഒന്ന് എഡിറ്റ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് റെസ്ട്രിക്റ്റ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.